ആളെ നന്നാക്കുന്ന പരിപാടിയെ മനുഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആൾക്കാരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവനെ കാഫിറാക്കുക, ഓ നരകത്തിന്റെ കുണ്ടുക്കുക എന്ന് പറയാ, വിധി കൽപ്പിക്കുക, ആർക്കും അധികാരമില്ല. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന പണിയില്ലാതെ വേറെ പണിയില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളെ പണി ഇത് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അംബിയാ മുർസലിങ്ങൾ പറഞ്ഞു, ഖുർആൻ നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുന്ന ആൾ മാത്രമാണ്, എത്തിച്ചു കൊടുക്കുന്ന ആൾ മാത്രമാണ്, നിങ്ങൾ വിധി കൽപ്പിക്കുന്ന ആളല്ല, അവരെ തരംതിരിക്കുന്ന ആളല്ല. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അവരുടെ മേൽ അലൈക്കും ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ മാപ്പ് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ ദീന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരായ എന്നെപ്പോലുള്ള മനുഷ്യന്മാരെ കുറ്റപ്പെടുത്തുക, എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല, ഇജ് നന്നാവൂല, ഇജ് പോക്കാണ്, ഇജ് നരകത്തേക്കാണ്, ഇത് വിധി കൽപ്പിക്കാനൊന്നും ആർക്കും അവകാശമില്ല. അള്ളയാണ് ഇതിൻ്റെ ആള്. കണ്ട മനുഷ്യന്മാരെ മുഴുവൻ കൊന്നിട്ട് നരകത്തേക്ക് പോക്ക് പോകുമ്പോഴേ ഒരു നല്ല മനുഷ്യന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് ഒരു നല്ല നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, നാട്ടിലെത്തിയിട്ടില്ല. വഴിയിൽ വെച്ച് മരിച്ചതിന്റെ പേരിൽ പുണ്യമായി സത്യവിശ്വാസികൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമെന്ന് പരിശുദ്ധമായ പ്രവാചക തിരുമേനിയുടെ ഹദീസിൽ കാണുന്നു.